അകമലവനത്തിലെ ഭരണിപ്പച്ച് മുതൽ ചേപ്പലക്കോട് വരെ വനം വകുപ്പ് സൂക്ഷ്മ പരിശോധന നടത്തണമെന്ന് വടക്കാഞ്ചേരി MLA സേവ്യർ ചില്ലപ്പള്ളി. വാഴാനി അണക്കെട്ടിലെ വെള്ളം മാത്രമല്ല, അകമലക്കാട്ടിൽ നിന്നും അതിശക്തമായ വെള്ളവും ഒഴുകിയെത്തിയതുകൊണ്ടാണ് ഓട്ടുപാറയിലും വടക്കാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത വെള്ളക്കെട്ടുണ്ടായത്. അകമലവനത്തിലെ ഭരണിപ്പച്ച് മുതൽ ചേപ്പലക്കോട് വരെ സൂക്ഷ്മ പരിശോധന നടത്തണമെന്ന് വടക്കാഞ്ചേരി MLA സേവ്യർ ചില്ലപ്പള്ളി പറഞ്ഞു. വടക്കാഞ്ചേരി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ദുരന്ത നിവാരണ ഏകോപന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2018 പ്രളയത്തിൽ പോലും അകമലക്കാട്ടിൽ നിന്ന് ഇത്രയും ശക്തിയോടെ വെള്ളം ഒഴുകിയെത്തിയിട്ടില്ലെന്നും കാടിനകത്ത് 6-7 ഇടങ്ങളിൽ നല്ല വിള്ളൽ ഉണ്ടായിട്ടുണ്ടെന്നും അകമല നിവാസികൾ യോഗത്തിൽ MLAയോട് പറഞ്ഞു. വടക്കാഞ്ചേരി പുഴയിലെ ഒഴുക്ക് സുഗമമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാനും കുറാഞ്ചേരി, ഇരട്ടക്കുളങ്ങര എന്നിവിടങ്ങളിലെ മണ്ണിടിച്ചിൽ ഒഴിവാക്കുന്നതിന് സോയിൽ ഡിപ്പാർട്ട്മെന്റിലെ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നടപടി കൈക്കൊള്ളണമെന്നും യോഗത്തിൽ പങ്കെടുത്ത ഉന്നത ഉദ്യോഗസ്ഥർക്ക് MLA നിർദ്ദേശങ്ങൾ നൽകി. വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വേണ്ടതായ സൗകര്യങ്ങളും ചികിത്സാ സഹായങ്ങളും ഉറപ്പാക്കുമെന്നും MLA പറഞ്ഞു. യോഗത്തിൽ തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ അനുപമൻ, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ശീല മോഹൻ, അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് CV സുനിൽകുമാർ, മുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് KJ ദേവസി, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മഴയുടെ രൂപമനുസരിച്ച് ശക്തിപ്പെടുന്ന സാഹചര്യമുണ്ടായി. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ ഇന്ന് വൈകുന്നേരം തന്നെ ക്യാമ്പ് ആരംഭിച്ചു. മറ്റ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. തുടർന്ന് രാത്രിയിൽ ഈ മഴ അതേ ശക്തിയിൽ തുടരുകയാണ് ചെയ്യുന്നത്. അതോടെ വാഴാനിയിലെ വെള്ളം ഉയരുന്ന നിലയിലായി. നിലവിലുള്ള പുഴയിലെ വെള്ളവും ഉയർന്നു വീടുകളിലേക്ക് കയറി. വ്യത്യസ്ത നിലയിലുള്ള പ്രയാസങ്ങൾ ജനിച്ചിട്ടുണ്ട്. ഏറെ പേർ ബന്ധുവീടുകളിലേക്ക് പോയിട്ടുണ്ട്. 2018 പ്രളയത്തിൽ നിന്ന് വ്യത്യസ്തമായി കണ്ട ഒരു പ്രത്യേകത നമ്മുടെ ഈ അകമല കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് വൻതോതിലുള്ള വെള്ളം കുതിച്ചെത്തുന്ന ഒരു നിലയില്ല. അത് തികച്ചും അസാധാരണമായ നിലയിലുള്ള ഒന്നായിരുന്നു. ഇപ്പോൾ റെയിൽവേ ട്രാക്കിലേക്ക് ഇടിഞ്ഞ ഭാഗവും ഈ പുറത്ത് തൂമാനം പിന്നെ വെള്ളച്ചാട്ടവും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വടക്കാഞ്ചേരിയിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് 2 ദിശകളിൽ നിന്നായി വന്നു എന്ന് വേണം കണക്കാക്കാൻ. കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൂടെ നമുക്ക് പിന്നെ കഴിയും.